ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം. ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തോട് ചേർന്ന് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. കാരണം നമുക്കറിയാം, വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാനായി ആർക്കും സാധിക്കുകയില്ല. നേഴ്സുമാരായ നാം നമ്മുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം ഈശോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ രോഗിയെയും വിശുദ്ധിയിലേക്ക് നയിക്കേണ്ടതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ഈ നേഴ്സിൻ്റെ അനുഭവം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താണ് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് ആ പാവൻ ജോസേട്ടനെ പിഴിഞ്ഞെടുത്തോ? ഒന്ന് പൊടി. ഹോ, നിന്റെ വർത്താനം കേട്ടാ അങ്ങേര് നിന്റെ കൂടപ്പറപ്പൊന്നും അല്ലല്ലോ, എന്റെ കെട്ടിയോനല്ലേ? ഓ, അന്നമ്മയ്ക്കിപ്പം പഴയ പോലെ സ്വർണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഡയമണ്ട് മതിയെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ജിമ്മിയോട് ഇന്നലെ ജോസേട്ടൻ പറഞ്ഞതാ. അത് പിന്നെ TV നമ്മുടെ മഞ്ജു വാര്യർ പറയും പോലെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഡയമണ്ട് നന്നായി ചേരുമെന്ന്. ചേരുമല്ലേടി? ചേരും ചേരും. மானம் கெட்டவன். இனிமே அவன் இப்படி பண்ணா இந்த ஜானகி யாருன்னு அவனுக்கு தெரியும். ஏய் ஜானகி, வாட் ஹேப்பன்ட்? ஐயோ, அதை நினச்சாலே നെക്സ്റ്റ് ടൈം ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ യാരുന്ന് അവനക്ക് കാട്ടുறேன். നീ കാര്യം എന്താന്ന് പറ. ആരെന്ത് ചെയ്തെന്നാ? അതാ அந்த 210 இல்லையா, அங்கே ஒரு கன்றாவி இருக்கு. അതാണോ കാര്യം? അവൻ നിന്റെ അടുത്തും വിളവിറക്കിയല്ലേ? ആരാടി? എന്താ കാര്യം? ഓ, എൻ്റെ അന്ന സിസ്റ്ററേ, ആ ഡി വാർഡിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റില്ലേ, അലർജിക്കായിട്ട് വന്നില്ലേ, നേഴ്സുമാരെ കാണുമ്പോൾ അവന് കൂടും. ഞരമ്പ് രോഗി. പോട്ടെ മോളെ, വിട്ടുകളാ. அக்கா, டோன்ட் சே லைக் தட். உங்களுக்கு அவனை தெரியாது. എവിടെ? ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അക്കാ, keep this with you. അതൊന്നും വേണ്ടെന്നേ. എന്റെ കർത്താവേ, ഈ പയ്യനെ പറ്റിയാണോ അവൾമാര് വേണ്ടാതീനം പറഞ്ഞത്? മലയാളിയാ? ഈ കണ്ണുകളുണ്ടല്ലോ, കടലിലെ നീലച്ചുഴികൾ. അതൊക്കെ മോൻ്റെ ഒരു തോന്നലല്ലേ? സ്കൂളിലും കോളേജിലും ഒക്കെ ഫ്രണ്ട്സ് എന്നെ മത്തങ്ങ കണ്ണി എന്നാ വിളിച്ചിരുന്നേ. അതേന്നേ, ശരിക്കും. ചേച്ചിയാള് കൊള്ളാം, കലക്കി. സിസ്റ്റർ പ്ലീസ്, കഴുത്തിന് അവിടെ പ്ലീസ് ഒന്ന് വരൂ.
ഈ മാല ഇങ്ങനെ കിടക്കുന്ന കാരണം. പ്ലീസ് സിസ്റ്റർ, പ്ലീസ് ഒന്ന് നോക്കൂ. നല്ല വെയിറ്റ് ഉണ്ടാവും. 10 പവനാ. അതെ, 10 പവന്റെ ഈ പൊന്ന് തന്ന എനിക്ക് പെണ്ണിനെ കിട്ടും. എന്നടി ഇത്? പൊന്ന് കണ്ടപ്പോ ഇവരുടെ സ്വഭാവം മാറിയത് കണ്ടോ? ഇവർ ഇത്രയ്ക്ക് തരം താണു പോയോ? ഛേ, 10 വർഷം മുൻപ് എൻ്റെ ജോസേട്ടൻ ചാർത്തിയ ഈ 1 ഗ്രാം താലിയോളം വരില്ല നിന്റെ ഈ 10 പവന്റെ പൊന്ന്. ഞങ്ങളെയൊക്കെ കാണുമ്പോൾ നിനക്ക് തോന്നാറുള്ള ഈ വിലകെട്ട താല്പര്യമില്ലേ, അതിൻ്റെ പേരിൽ മോൻ ഇനി ആരുടെ മുന്നിൽ ചെറുതാവരുത്. ഓക്കെ? ഗുഡ് ബോയ്. അതെ, ഒന്ന് നിന്നേ. ഞാനൊരു വഷളനാ, എന്നും അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. എന്നിട്ടും നിങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? സിമ്പിൾ. കാര്യം ദേ ഇത്രയേ ഉള്ളൂ. ഞാനൊന്ന് ചേച്ചിന്ന് വിളിച്ചോട്ടെ? താങ്ക് യു ചേച്ചി. ഓ ചേച്ചി, அக்கா நீங்க தான் அக்கா. அம்மா. വിശ്വസ്തതയില്ലെങ്കിൽ പിന്നെന്ത് വിശുദ്ധിയല്ലേ? അതെ, വിശ്വസ്തതയാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. ഒരു നേഴ്സ് തന്നെ പ്രൊഫഷനിലേക്ക് വിളിച്ച കർത്താവിന് വിശ്വസ്തമായ പ്രത്യുത്തരം നൽകുന്നത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ശുശ്രൂഷ ഏറ്റവും വിശുദ്ധിയോടും ആത്മാർത്ഥമായും ചെയ്യുമ്പോഴാണ്. അതുപോലെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വിശുദ്ധി വളരെയധികം പങ്കുവഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് ബഹ്റൈനിലെ ഒരു നേഴ്സിനെയും കുടുംബത്തെയും പരിചയപ്പെടാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തെയാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ബഹ്റൈനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ജിംഷി, ഭർത്താവ് ജോസ്, മക്കൾ ആൽബർട്ട്, ആൽവിൻ. നാട്ടിലെവിടെയാണ്? എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് നെടുങ്ങപ്ര എന്ന സ്ഥലത്ത്. എത്ര വർഷമായി ബഹ്റൈനിൽ വന്നിട്ട്? ഏകദേശം 13 വർഷം. ഒരു നേഴ്സായി ജോലി ചെയ്യുമ്പം നമ്മുടെ ജോലിയിൽ പല ഷിഫ്റ്റുകളൊക്കെ ഉണ്ടാവും. ഇതോടൊപ്പം വീട്ടിലെ കാര്യങ്ങൾ, കുട്ടികളുടെ പഠനം, ജോലി, ഇതെല്ലാം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ദൈവകൃപയാലും ഞങ്ങളുടെ കൂട്ടായ പരിശ്രമം കൊണ്ടും എല്ലാം ഭംഗിയായി പോകുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ കിച്ചണിലേക്ക് കിടക്കും. അതേസമയം തന്നെ ഇച്ചായൻ കുട്ടികളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതെല്ലാം നോക്കുന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് രാവിലെ 6:45 ഇറങ്ങുന്നു. എന്നെ ഡ്രോപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് കുട്ടികളെ ഡ്രോപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് ഇച്ചായൻ ഓഫീസിലേക്ക് പോകും. ഇതിൽ ഇപ്പോൾ ഈ ദൈവകൃപ ആണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയം കൊടുക്കുകയും അതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയാണ്. കാരണം ഞങ്ങൾ രണ്ടുപേരും ദൈവിക കാര്യങ്ങൾക്കായിട്ട് പള്ളിയുടെ കാര്യങ്ങൾക്കായിട്ട് എപ്പോഴും മാറി നിൽക്കാറുണ്ട്.
അപ്പോൾ കൂടുതലും സമയം ഞങ്ങൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകും കഴിയുന്നതും. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വൈകി, രാത്രിയിൽ കുറച്ച് വൈകി ഞങ്ങൾക്ക് 2 പേർക്കും അവിടെ ഇൻവോൾവ് ആവേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ദൈവകാര്യത്തിന് പോകുന്നതാണല്ലോ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞങ്ങൾ പോയി. അപ്പോൾ അന്ന് ഞങ്ങൾ രാത്രി തിരിച്ചു വന്നപ്പോൾ വളരെ വൈകി, ഒരു 3-3:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് മകൻ ബെഡിൽ അങ്ങേ സൈഡിൽ, അതായത് ചുമരിനോട് ചേർന്ന് ഇളയ ആളെ കിടത്തിയിട്ട് മൂത്തയാൾ സൈഡിൽ വീഴാതെ പാകത്തിന് കിടന്നു. തന്നെയല്ല, ഇടയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പേടി തോന്നാതിരിക്കാൻ വേണ്ടി അടുത്ത മുറിയിൽ ലൈറ്റ് ഇട്ടിട്ട് ആൾ അങ്ങോട്ട് ചെറിയ വെട്ടം കിട്ടത്തക്ക രീതിയിലാണ് ആൾ എല്ലാം ക്രമീകരിച്ച് വെച്ചിരുന്നത്. രാവിലെ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇളയ കുട്ടി ഞങ്ങളോട് പറഞ്ഞു, അമ്മേ, ചേട്ടായി എന്നുള്ളത് ഞങ്ങളെ അമ്മേ തായേ എന്നുള്ള പാട്ട് പാടിയിട്ടാണ് ഉറക്കിയത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പാട്ട് പാടി ഉറക്കിയതായിട്ട് ഞങ്ങൾ ഓർക്കുന്നില്ല. അപ്പോൾ ഇളയ കുട്ടിയെ അത്രമാത്രം മൂത്തയാൾ കെയർ ചെയ്യുന്നു. അത് ദൈവം ശരിക്കും ഞങ്ങൾ അവരെ തന്നെ വിട്ടിട്ട് പോയിട്ടും ദൈവം പരിപാലിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ്. മോൻ എന്താ അന്ന് അങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത്? ഒരിക്കൽ ഞാൻ ഇവനെ കെയർ ചെയ്യാണ്ടിരുന്നപ്പോൾ അപ്പ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അന്ന് ഇവനെ ഞാൻ എന്തിനാ കെയർ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അപ്പ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലൊരു ചെറിയ ഭാഗം വായിച്ച് കേൾപ്പിച്ചു. അതിൽ കായൻ ആബേലിനെ കൊന്നതിന് ശേഷം ദൈവം കായനോട് എൻ്റെ സഹോദരൻ എവിടെ എന്ന് ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് കായൻ്റെ മറുപടി, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? എന്നിട്ട് അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, കായൻ ആബേലിൻ്റെ കാവൽക്കാരനായതുകൊണ്ടാണ് ദൈവം ആ ചോദ്യം ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവനെ കെയർ ചെയ്യുന്നത്. മോൻ ആ പാട്ടറിയാവോ? അതിൻ്റെ ഒരു 4 വരി പാടാവോ? അമ്മേ അമ്മേ തായേ അമ്മയ്ക്ക് മകനെ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പാടി കേട്ടോ മോനെ. ഈ TV-ക്കും ഇൻ്റർനെറ്റിനും ഒക്കെ ഇന്നത്തെ ഈ ലോകത്തിൽ വളരെ സ്വാധീനമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈശോയിൽ വളർത്തുന്നത്? ഈ ടിവിയും ഇൻ്റർനെറ്റും എന്നുള്ളത് ശരിക്കും ഒരു പ്രസക്തമായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്ന മിക്ക കുടുംബങ്ങളിലും ഈ ഒരു ടിവിയുടെ അതിപ്രസരം കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കതൊരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നു. കാരണം കുട്ടികൾ 2 പേരും ടി വിയിൽ ശരിക്കും പറഞ്ഞാൽ അഡിക്റ്റ് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. വീട്ടിലുള്ള സമയം മുഴുവൻ TV ഓണായിരിക്കും. അത് തന്നെയല്ല, 2 പേർക്കും 2 ചോയ്സാണ്. ഒരാൾക്ക് സീരിയലും സിനിമയാണെങ്കിൽ അടുത്തയാൾക്ക് കാർട്ടൂൺ ചാനലുകൾ. ചില സമയങ്ങളിലൊക്കെ അവർ ഒരുമയോടുകൂടി ഇരുന്ന് കാണാറുണ്ടെങ്കിലും മിക്കവാറും അടിയാണ് അത് ഉണ്ടാവാറ്. അപ്പോൾ ഈ ഒരു അവസ്ഥ ശരിക്കും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പല വഴികൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് അത് തരണം ചെയ്യാൻ പറ്റിയിട്ടിരുന്നായിരുന്നില്ല. പിന്നെ അവസാനം പാസ്വേഡ് ഇടേണ്ട ഒരു അവസ്ഥ വന്നു. ഷാലോം ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പാസ്വേഡ് ഇട്ട് ഞങ്ങൾ നോക്കി. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും ഈ പാസ്വേഡ് കണ്ടുപിടിച്ച് അമ്മയുടെ അടുത്തുനിന്ന് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവർ വീണ്ടും ഈ TV കാണാനുള്ളൊരു ഇതിലേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞങ്ങളതൊരു ടെൻഷനായി പലരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് എല്ലാവരും പറഞ്ഞത്. ആ ഒരു ഇതിൽ ഞങ്ങളെപ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പാസ്വേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും. പക്ഷേ പിന്നീട് ചിലപ്പോൾ ഈ പള്ളിയിലുള്ള ധ്യാനങ്ങളും എല്ലാം അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികൾ പൊതുവെ അതിൽ നിന്ന് ഇപ്പോൾ പിന്നീട് അത് കുറഞ്ഞു വന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാലോം ചാനൽ മാത്രം കാണുന്നു. കുറച്ച് സമയം മാത്രമേ അതും കാണുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ TV ഓഫാണ്. അപ്പോൾ അത് തന്നെയല്ല, ഞങ്ങളുടെ ആ പ്രാർത്ഥനയിലുള്ള വളർച്ച ശരിക്കും എനിക്ക് തോന്നുന്ന കുട്ടികളിലേക്കും കുറച്ച് വളർച്ച കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടായിരിക്കും കുട്ടികൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ സ്വന്തമായിട്ട് കൊന്ത ചെല്ലാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മകനാണെങ്കിൽ സെയിൻറ്റിനെ കുറിച്ച് ഇപ്പോൾ കൂടുതൽ എല്ലാ ആഴ്ചയിലും ഓരോ സെയിൻറ്റിനെ കുറിച്ച് പഠിക്കാനും എല്ലാം താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇളയ കുട്ടിയാണെങ്കിലും ചെറുതായിട്ട് പ്രാർത്ഥനകളും അതെല്ലാം പഠിച്ചു തുടങ്ങി. കുട്ടികളെ വിശുദ്ധിയിൽ വളർത്തുവാൻ വേണ്ടി ഈ കുടുംബം കാണിക്കുന്ന തീക്ഷ്ണത വളരെ ശ്രദ്ധേയമാണ്. ജിംഷി, നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് കടന്നു വരാൻ ഉണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? ഞാൻ ബഹ്റിനിൽ വന്നിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനാ ജീവിതമോ പ്രാർത്ഥനയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ബഹ്റിനിൽ നമുക്കൊരു മലയാളം കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ മലയാളം സർവീസ് ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു 4 വർഷം ആയി ഞങ്ങളുടെ ഏരിയയിൽ ഒരു ഫാമിലി സെൽ തുടങ്ങി. അങ്ങനെ ഫാമിലി സെൽ തുടങ്ങിയപ്പോൾ ഈ ചൈന അതിൻ്റെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു.
ലീഡറായി തെരഞ്ഞെടുത്ത് ഞങ്ങൾ അന്നൊരു തീരുമാനമെടുത്തു, എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നാലും നമ്മൾ ഈ സാറ്റർഡേ പ്രയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്ത് ഫംഗ്ഷനും പ്രോഗ്രാമും. അങ്ങനെ ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ തുടങ്ങി. അങ്ങനെ ഇരിക്കാനാണ് നമ്മുടെ പള്ളിയിൽ നേഴ്സസിന് വേണ്ടി നേഴ്സസ് മിനിസ്ട്രി ഫോം ചെയ്യുന്നത്. തുടക്കം മുതലേ ഞാൻ അതിൽ നല്ലൊരു പ്രവർത്തനം ഞാൻ അതിൽ ഉണ്ടായിരുന്നു നേഴ്സസ് മിനിസ്ട്രിയിൽ. ഈ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥനാ ജീവിതം ജിംഷി പറഞ്ഞു വളരെ കുറവായിരുന്നു എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ പുറകോട്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ജിംഷി എപ്പോഴും എന്നോട് ചോദിക്കും, ഈ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് തന്നെ ഇങ്ങനെ ഉറങ്ങണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതിനെ കളിയാക്കിക്കൊണ്ട് ഞാൻ ഒരു ബൈബിൾ വചനം തന്നെ പറയാറുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഞാൻ അധ്വാനിക്കുന്നു, ഭാരം ചുമക്കുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നു, ആ ആശ്വാസത്തിൽ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി, അതിന് നീ ഇത്ര പറയാനുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയൊരു ഇത്. പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ എന്നെ ഫാമിലി സെല്ലിൻ്റെ ലീഡറാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യം ശരിക്കും ഞാനിപ്പോൾ കാണുന്നത് ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെ പ്രാർത്ഥനയോട് തീരെ താല്പര്യമില്ലാതെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു തിരിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു ഫാമിലി സെല്ലിൻ്റെ ലീഡറാക്കുക എന്നുള്ളത് തന്നെ ഒരു ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ദുഷ്കരമായിട്ടെന്നല്ല, അങ്ങനെ സാധാരണ ആരും ചെയ്യാറില്ല. ആ ഒരു സാഹചര്യം, അത് ഇങ്ങനെയൊരു മനോഭാവത്തോടു കൂടിയിരിക്കുന്ന ഞാനത് ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യവും എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ശരിക്കും ഞങ്ങളെ ഈ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിൻ്റെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ജിംഷിയുടെ കുടുംബജീവിതത്തിലും ജോലി മേഖലകളിലൊക്കെ വന്ന മാറ്റങ്ങളെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ ജീവിതം തന്നെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കാരണം ഞാൻ പണ്ടൊക്കെ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ഒരു സാലറി ബേസ് ഒക്കെ ആയിട്ടാണ്, പൈസ ആഗ്രഹിച്ചിട്ടാണ്. പക്ഷേ ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ശരിക്കും ഒരു ദൈവവിളിയായിട്ടാണ് ഞാൻ എൻ്റെ ഈ പ്രൊഫഷനെ ഞാൻ കരുതുന്നത്. ഞാൻ ആ ജോലിക്ക് പോകുന്നതിന് മുമ്പ് അന്നത്തെ ഞങ്ങളുടെ സൂപ്പർവൈസേഴ്സിന് വേണ്ടിയിട്ട് കണ്ടുമുട്ടുന്ന എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ജോലിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. പക്ഷേ ഒത്തിരിയേറെ നല്ലൊരു അനുഭവമാണ് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് കിട്ടിയത് 3 ബോധ്യങ്ങളാണ്. ആ 3 ബോധ്യങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ എൻ്റെ കുടുംബജീവിതവും എൻ്റെ വ്യക്തിപരമായ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് മധ്യസ്ഥ പ്രാർത്ഥന, രണ്ടാമത്തെ ജെറിക്കോ പ്രയർ, മൂന്നാമത്തെ ദശാംശം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുടുംബം, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ എന്നുള്ളത്. പക്ഷെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ മറ്റുള്ളവരുടെ ഒരു പ്രശ്നം മനസ്സിലാക്കി അത് എൻ്റേതാക്കി സ്വീകരിച്ചപ്പോൾ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ പ്രാർത്ഥനയിൽ മാറ്റം വന്നിട്ടുണ്ട്. ദൈവം എന്നോട് ഒത്തിരിയേറെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. എനിക്ക് 2 ഇൻസിഡൻറ്റ് എടുത്ത് പറയത്തക്ക രീതിയിലുണ്ട്. ഒരു ദിവസം ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ് ദൈവം കാണിച്ചു. എന്നിട്ട് പറയാണ്, ഉറക്കെ ഒരു ചേട്ടൻ്റെ പേര് പറഞ്ഞാൽ ചേട്ടനോട് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയാണ്. പക്ഷെ ഞാൻ അതൊന്നും കണക്കാക്കിയില്ല. ഞാൻ എൻ്റെ ബുക്കിൽ ആക്സിഡൻറ്റ്, എൻ്റെ ഒരു ചെറിയൊരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, ഞാൻ ആക്സിഡൻറ്റ് എഴുതി വെച്ചു. പക്ഷെ ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിലേക്ക് മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഞാൻ സഞ്ചരിച്ചിരുന്ന വാഹനം ആക്സിഡൻറ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ദൈവകൃപയാൽ ഒന്നും തന്നെ സംഭവിച്ചില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് ദൈവം എന്നോട് സംസാരിച്ചതായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു ഇൻസിഡൻറ്റ് പറയാനാണെങ്കിൽ, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തിയുടെ പേര് എനിക്ക് കാണിച്ചു തന്നിട്ട് പറയാണ്, ആ വ്യക്തിയെ സഹായിക്കണം. ഞാൻ അത്ര കാര്യമൊക്കെ അതിലൊരു സില്ലിയാക്കിയിട്ട് ഞാൻ അങ്ങനെ തള്ളിക്കളഞ്ഞു. വീണ്ടും വേറൊരു ദിവസം ഞാനൊരു പള്ളിയിലൊരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടപ്പോൾ ആ വ്യക്തിയുടെ പേര് എനിക്ക് തന്നിട്ട് ആ വ്യക്തിയെ സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ എൻ്റെ ഇച്ഛാനുമായി ഞാനത് ഷെയർ ചെയ്തു. ഇപ്പോൾ 2 പ്രാവശ്യം എനിക്ക് ഇതേ മെസ്സേജ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ദൈവം നമ്മിൽ നിന്ന് ആ വ്യക്തിയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ഛാൻ തന്നെ വേറൊരു സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ വൈഫിന് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു, എന്തെങ്കിലും ആ വ്യക്തിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ആ വ്യക്തി ഇപ്പോൾ പ്രശ്നത്തിലാണ്. അപ്പോൾ ഞങ്ങൾ ഒക്കെ മനസ്സിലായി ദൈവം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ആ വ്യക്തിയെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും വേണ്ടി തന്ന ഒരു മെസ്സേജാണെന്ന്. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരിയേറെ ശക്തിയുണ്ട്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരിയേറെ ശക്തി ഞാൻ അനുദിനം എൻ്റെ ജീവിതത്തിൽ ഞാൻ രുചിച്ചറിയാണ്, ഞാൻ അനുഭവിച്ചറിയാണ് അതിൻ്റെ ശക്തിയെക്കുറിച്ച്. അടുത്തതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ജെറിക്കോ പ്രയർ.
ഈ ജെറിക്കോ പ്രയർ ഒന്ന് വിശദീകരിക്കാമോ? ജെറിക്കോ പ്രയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ജെറിക്കോ പട്ടണം പിടിച്ചെടുക്കിയത് അവരുടെ പ്രയത്നം കൊണ്ടായിരുന്നില്ല. അവർ ആ ജെറിക്കോ പട്ടണത്തിൻ്റെ മതിലിന് ചുറ്റും 7 ദിവസം അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മതിലുകൾ പിളർന്നു പോയത്. നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം, അവർ 7 ദിവസം അതിന് ചുറ്റും പ്രാർത്ഥിച്ചതിൻ്റെ ആ ശക്തിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു നഴ്സസ് മിനിസ്റ്ററിൽ ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടു. ആ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റും ജെറിക്കോ പ്രയർ നടത്തിയിട്ട് ആ സഹോദരിയെ സംരക്ഷിച്ച സാക്ഷ്യം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അത് എനിക്ക് തുടങ്ങിയാൽ എന്താ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റും ഞാൻ ജെറിക്കോ പ്രയർ തുടങ്ങിയാലെന്ന്. അങ്ങനെ 2 വർഷമായി ഞാൻ എല്ലാ ആഴ്ചയിലും ഒരുക്കി ജപമാല ചൊല്ലുമായിരുന്നു. അതിൻ്റെ സംരക്ഷണം എന്ന് എത്ര പറഞ്ഞാലും എനിക്ക് തീരുകയില്ല. ഞാൻ ഒരു ദിവസം ഈവനിങ് ഡ്യൂട്ടിയിൽ ഒരു രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗിക്ക് ഗ്ലൂക്കോസ് കയറ്റണമായിരുന്നു. ഞാൻ ആ ഗ്ലൂക്കോസ് ഇടാനായിട്ട് ഡ്രിപ്പ് കുത്തിയപ്പോൾ വെയിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗ്ലൂക്കോസ് പോകുന്നതിന് പകരം ബ്ലഡ് ബോട്ടിലേക്ക് തിരിച്ചു കയറിയിരുന്നു. 3 പ്രാവശ്യം ഞാൻ കുത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഡോക്ടർ ഇൻചാർജൊക്കെയും കുത്തി. പക്ഷേ അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ പേഷ്യൻ്റെ സ്റ്റാഫ് ബൈസ്റ്റാൻഡർ എൻ്റെ അടുത്ത് ഒത്തിരി റൂഡായിട്ട്, ഒത്തിരി ദേഷ്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. കാരണം എൻ്റെ പേരിൽ ആക്ഷൻ ഷീറ്റ് എടുക്കുകയും എൻ്റെ പേരൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒത്തിരിയേറെ ടെൻഷനിലായിരുന്നു. കാരണം അപ്പോൾ പെട്ടെന്ന് ആ പേഷ്യൻറ്റിനെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയും ആ പിറ്റേ ദിവസം അത് അറിയാൻ സാധിച്ചു ആ പേഷ്യൻറ്റ് ബ്ലഡ് ഡിസോർഡർ ആണെന്ന്. കാരണം പിറ്റേ ദിവസം ആ പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ വന്ന് എന്നോട് സോറി പറയുകയും, കാരണം ഒരു ആക്ഷൻ ഷീറ്റ് എഴുതിയാൽ നമുക്കൊക്കെ ആക്ഷൻ എടുത്താൽ എന്താ അതിൻ്റെ അവസ്ഥ. ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ അമ്മയുടെ ജപമാല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ചുറ്റും ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ടാണ് അമ്മ ഒരു വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത്. ഞാൻ പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ശക്തി എത്ര എന്ന് പറഞ്ഞാലും എനിക്ക് പറഞ്ഞാൽ തീരുകയില്ല. ഞാൻ അനുഭവിക്കുന്ന ആ ശക്തി, ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്കുണ്ടാകുന്ന സംരക്ഷണം എത്ര പറഞ്ഞാലും അത് തീരുകയില്ല. ഇനി ദശാംശത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ദശാംശം കൊടുക്കുന്ന ഒരു പതിവേ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. കാരണം ആരെങ്കിലും നമ്മുടെ അടുത്ത് എന്നെ സഹായിക്കാമോ എന്ന് ചോദിച്ചു വന്നാൽ അവരുടെ ആവശ്യം നോക്കിയിട്ട് നമ്മൾ സഹായിക്കുമായിരുന്നു. പക്ഷേ ഈ നഴ്സസ് മിനിസ്റ്ററിലേക്ക് നമ്മൾ ഒത്തിരി ആത്മീയതയിലേക്ക് കടന്നു വന്നപ്പോൾ, മറ്റുള്ളവർ ദശാംശത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നപ്പോൾ, മറ്റുള്ളവരുടെ അനുഭവം നമ്മളോട് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളും വിചാരിച്ചു നമുക്കും ഇനി സാലറി കിട്ടുമ്പോൾ നമുക്കും ഇനി ദശാംശം കൊടുക്കാം. ഞങ്ങൾ കുടുംബമായിട്ട് ഞാനും എൻ്റെ ഇച്ചായനും കൂടി സംസാരിച്ചു. അതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതലുമായിട്ട് ഇച്ചായനായിരിക്കും അത് സംസാരിക്കുന്നത്. ദശാംശത്തെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്. മലാക്കി പ്രവചനം 3:10 എല്ലാവരുടെയും ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരട്ടെ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്കായി സ്വർഗ്ഗ കവാടം തുറന്ന് നിങ്ങൾക്കായി അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ചറിയുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വചനം തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബൈബിളിൽ വേറെ ഒരു സ്ഥലത്തും നമ്മൾ ഈ ഒരു കാര്യം കാണുന്നില്ല. ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് നമ്മൾ ബൈബിളിൽ എപ്പോഴും കാണുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ദശാംശത്തിൻ്റെ കാര്യത്തിൽ മാത്രം ദൈവം പറയുന്നു, എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ, നിങ്ങൾ ദശാംശം കൊടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം ശരിക്കും ദശാംശത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ദശാംശം കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പള്ളിയിൽ പുതിയ കത്തീഡ്രൽ പണിയുന്നതിൻ്റെ ഇതിനായിട്ട് സംഭാവന വേണം, കാര്യങ്ങൾ എല്ലാവരും സംഭാവന ചെയ്യണമെന്ന് അച്ഛൻ അങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനും ജിംഷിയും കൂടി തീരുമാനമെടുത്ത് ഞങ്ങൾ കൂട്ടായിട്ട് ഒരു എമൗണ്ട് ഞങ്ങൾ പള്ളിക്ക് കൊടുക്കാം എന്നുള്ളത് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് പറഞ്ഞത് 2 വർഷത്തിനുള്ളിൽ ആ എമൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശരിക്കും ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്നത്തെ പിന്നെ നമ്മുടെ മാനുഷികമായിട്ടുള്ള ഇതുണ്ടല്ലോ, നമ്മൾ എക്സ്ചേഞ്ച് റേറ്റൊക്കെ കുറച്ച് കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാ മാസവും ആ മാസങ്ങളിലെല്ലാം എക്സ്ചേഞ്ച് റേറ്റ് നല്ല റേറ്റായിരുന്നു. പള്ളിയിൽ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു ഇത് മറന്നിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പൈസ അയച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു അസുഖം വന്ന് കുറച്ച് നാളധികം ട്രീറ്റ്മെൻറ്റിനായിട്ട് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഒരു 2 മാസം അടുപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ അന്ന് ജിംഷിയും കുട്ടികളും മാത്രമേ ഇവിടെയുള്ളൂ, ഒരാളുടെ വരുമാനം മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വെറുതെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലെ ഞാൻ വാങ്ങിയിട്ട് വന്നു. അതൊരു ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ ഡോക്ടർ എഴുതി സീല് വെച്ച് തന്നതാണ്. അപ്പോൾ അത് ഈ പ്രൈവറ്റ് കമ്പനിയിലൊക്കെ അതിന് ഒരു മെഡിക്കൽ ലീവ് എന്നുള്ള ഒരു കൺസെപ്റ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ കിട്ടുമോയെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ അങ്ങനെ എൻ്റെ മെഡിക്കൽ സിക്ക് ലീവെന്നും പറഞ്ഞിട്ട് കൊടുത്തു.
അപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഞാൻ ജിംഷിയുടെ അടുത്ത് സംസാരിച്ചു. നമ്മളിങ്ങനെ പൈസ പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കൊടുക്കാതിരുന്ന ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി പോവുകയാണ്. അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല. നമുക്ക് എന്താണെങ്കിലും അടുത്ത് തന്നെ ഇനി എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ച് ടൈറ്റായാലും പ്രശ്നമില്ല, നമ്മൾ കുറച്ച് പൈസയെങ്കിലും നമ്മൾ ആദ്യമേ കൊടുക്കണം. അത് കഴിഞ്ഞ് ഇനി അത് തുടർന്ന് കൊടുക്കാം, എല്ലാ മാസവും കൊടുക്കാം, അത് ടൈറ്റൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ്. പക്ഷേ ആ പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കമ്പനി ആ 2 മാസം ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്ന സമയത്ത് സാലറി മുഴുവനും എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ഒരു വലിയ പരിപാലന, ആ ദൈവവചനത്തിൽ പറയുന്നത് പോലെ തന്നെ സ്വർഗം തുറന്ന് ഞങ്ങളെ അനുഗ്രഹവർഷം ചൊരിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജോലി തിരക്ക് മൂലം ദൈവിക കാര്യങ്ങൾക്കൊന്നും സമയമില്ലെന്ന് പറയുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വിനീത് മുമ്പ് പറഞ്ഞതുപോലെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ഓടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒന്നിനെക്കുറിച്ചും ഞങ്ങൾക്ക് ആകുലതയില്ല. മക്കളുടെ കാര്യമായിക്കോട്ടെ, ഒന്നിനെക്കുറിച്ചും എല്ലാം ഞങ്ങൾ വിചാരിക്കുന്നില്ല ഭംഗിയായിട്ടാണ് ദൈവം ഞങ്ങളെ വഴി നടത്തുന്നത്. അത് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷവും മക്കളുടെ ആത്മീയതയിലും ഒത്തിരിയേറെ മാറ്റം. നമ്മൾ ഒന്നും അറിയുന്നില്ല, എല്ലാം ദൈവം ഭംഗിയായിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഈ വചനത്തിൻ്റെ 2ാം ഭാഗമാണ് എല്ലാവരും കൂടുതലായിട്ട് എടുക്കുന്നത്. അതായത് അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ട് ദൈവിക കാര്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ ആര് നോക്കും, ഞങ്ങളുടെ ബാക്കിയുള്ള വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും എന്നൊക്കെ പറയുന്ന കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് സമയം കൊടുക്കുമ്പോൾ ദൈവം ബാക്കിയെല്ലാം പരിപാലിച്ചോളും. അതുതന്നെയാണ് ഞങ്ങളുടെ ഇതിലും. ഞങ്ങൾ വളരെ വൈകിയായിട്ട് പോയിട്ട് വന്നപ്പോഴും കുട്ടികൾ അവരുടെ കാര്യങ്ങൾ സ്വയമായിട്ട് ചെയ്തു. ദൈവത്തിൻ്റെ പരിപാലനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുടുംബങ്ങളും ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും. മത്തായി 5:16, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. തിരക്കേറിയ ഈ ജീവിതത്തിലും ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഈ കുടുംബത്തെ നാം പരിചയപ്പെട്ടു. ദൈവം ജോസിനും ജിംഷിക്കും മക്കൾക്കും അവരുടെ കുടുംബജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ ഇനിയും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജ്ഞാനം 6:10 പറയുന്നു, വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാവും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മിൽ നിറയേണ്ട ചിന്ത വിശുദ്ധിയിൽ വളരുക എന്നുള്ളതാണ്. നമ്മുടെയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെയും വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി തീരട്ടെ, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.